ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളൊരു ക്യാപ്പച്ചീനയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ ഈ കുഞ്ഞ പാക്കറ്റുകൾ വെച്ചിട്ട് ഒരു ക്യാപ്പച്ചീന, നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് ക്യാപ്പച്ചീന നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പാക്കറ്റ് പൊട്ടിയതുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ ഈ ബ്രൂ കോഫിയുടെ കുഞ്ഞ പാക്കറ്റുകൾ പൊട്ടിച്ചിട്ട് അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ ഓരോ പാക്കറ്റുകളും നമുക്ക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ക്യാപ്പച്ചീനോ അവരുണ്ടാക്കി കാണിക്കും. വലിയൊരു ഫാനാണ് ഞാനതിൻ്റെ ഈ ക്യാപ്പച്ചീനോയുടെ. നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം. ഇതിനു വേണ്ടി കടകളിലൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കുടിക്കാൻ പറ്റുന്ന ക്യാപ്പച്ചീനോയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തതായി നമുക്കൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും പൊടിയിലേക്ക് ഷുഗർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരൽപ്പം നോർമൽ വാട്ടർ തരുന്നത്. നോർമൽ വാട്ടർ, ഈ 3 ചേരുവകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്യാപ്പച്ചീനോ റെഡിയാക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാൻ പോകുമെന്നറിയാം. നമുക്കിനി സ്പൂൺ വെച്ചടിക്കാം, കയ്യിലെന്ത് മറ്റേ വിസ്ക് അടിക്കാം, ഏത് വെച്ചിട്ട് അടിക്കാം. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബീറ്റർ വെച്ചൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ കയ്യിലൊരു എളുപ്പപ്പണിയായി വേഗം ഒരു ക്യാപ്പച്ചീനോ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ബീറ്റർ കൊണ്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. എന്താണ് ഇതിൻ്റെ സ്ഥിതി നമുക്കറിയാം. ഇതിലടിച്ച് ശരിയാക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് അടിച്ച് ഇങ്ങനെ അടിക്കുക. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കളറിലേക്ക് എത്തുന്നുണ്ട്. ഒന്നും കൂടി വീണ്ടും നമുക്ക് നന്നായിട്ട് അടിച്ച് ശരിയാക്കാം. അപ്പോൾ അതാ നല്ല ക്രീമി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള ക്യാപ്പച്ചീനോ. നമ്മുടെ കോഫി പൗഡർ, ഷുഗറും നോർമൽ വെള്ളമൊക്കെ ഇട്ട് ഇപ്പോൾ ഈ അവസ്ഥയിലേക്കണം. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമി കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ക്യാപ്പച്ചീനോ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരൽപ്പം പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇതൽപ്പം കട്ടിയുള്ള പാൽ ഒഴിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഈ ക്രീം ആഡ് വെക്കുമ്പോൾ. അപ്പോൾ നല്ല തിളച്ച് പാൽ വരട്ടെ.
അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിന് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. ഇതിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ തിളച്ച പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ തിളച്ച പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ക്രീമിൻ്റെ അതായത് നല്ലൊരു ഇതുപോലൊരു സ്പൂണ് ക്രീം ഞാനിതാ നമ്മുടെ ഈ പാലിൻ്റെ മേലേക്ക് ഒഴിച്ചു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം നമ്മൾ സാധാ കോഫി പൗഡർ ആയിട്ട് ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഇതിന് വരും. എന്നിട്ട് പതിയെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക, അത്ര മതി. അപ്പോൾ നമ്മളെ ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ചെറിയ ഡെക്കറേഷൻ. എൻ്റെ ഡെക്കറേഷൻ ഇത്രയൊക്കെ വരുള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കലാവിരുദ്ധമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്പിച്ചിനോ പൊളിച്ച് മക്കളെ. പക്ഷേ നമുക്ക് അറിയാവുന്ന ചെറിയ ഒരു ഡെക്കറേഷൻ ഇങ്ങനെയൊക്കെ അവരിങ്ങനെ ആക്കുന്നതാണ്. നമ്മളാക്കിയാലൊന്നും അങ്ങനെ വരില്ല. എന്നാലും നല്ല അടിപൊളി എൻ്റെ ക്യാപ്പച്ചിനോ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ക്രീമി ക്യാപ്പച്ചിനോയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നല്ല അടിപൊളി ക്യാപ്പച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് അടുപ്പിക്കാൻ പറ്റാത്ത, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബായ്.